Hi all. Today we are going to take the session data type, different data types, how we are handling in programming language, then type systems, type checking and type conversion. Okay. What are the principal purposes for providing data type? Types provide implicit context for many operations. അതായത് ഡാറ്റ ടൈപ്സ് അതായത് ഇൻറ്റീജർ ഫ്ലോട്ട് ഒക്കെ ഡാറ്റ ടൈപ്സ് ആണ് ദെൻ നമ്മൾ അഡീഷൻ ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നെങ്കിൽ ഇൻറ്റീജർ ഓപ്പറൻസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അത് അഡീഷൻ ആണ് ചെയ്യേണ്ടതെന്ന് അറിയാം. പ്ലസ് ഓപ്പറേറ്റർ കൊടുക്കുമ്പോൾ അതേസമയം ക്യാരക്ടേഴ്സ് ആണ് പ്ലസ് ഓപ്പറേറ്റർ കൊടുക്കുന്നതെങ്കിൽ അത് കോൺകാറ്റിനേഷൻ ആണ് മീനിങ്. സോ അങ്ങനെയുള്ള ഇംപ്ലിസിറ്റ് കോണ്ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മൾ നോർമലി ഡാറ്റ ടൈപ്സ് കൊടുക്കുന്നത്. So this is the first principal purpose for providing data type. Then next second purpose is to limit the set of operations that may be performed. ഇപ്പോൾ നമ്മൾ ഡാറ്റ കൊടുക്കുമ്പോൾ ആ ഡാറ്റയിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പറയാതെ തന്നെ ഇംപ്ലിസിറ്റ് ആയിട്ട് അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇൻറ്റീജർ ആണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ അരിത്തമാറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റും. ക്യാരക്ടർ ആണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ സ്ട്രിങ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റുമോ. സോ അങ്ങനെയുള്ള സെറ്റ് ഓഫ് ഓപ്പറേഷൻസിനെ ലിമിറ്റ് ചെയ്യാൻ ഡാറ്റ ടൈപ്പ് വിൽ ഹെൽപ്പ്. അതാണ് ഈ സെക്കൻഡ് പർപ്പസ് പറയുന്നത്, ലിമിറ്റ് ദ സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ദാറ്റ് മേ ബി പെർഫോംഡ്. The first one is types provide implicit context for many operations. And next is type systems. Actually, type system is combination of a mechanism for defining data types and also a set of rules. അതായത് നമ്മൾ ടൈപ്സ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസവും ദെൻ സം സെറ്റ് ഓഫ് റൂൾസും കൂടി ചേരുന്നതാണ് ടൈപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, എ മെക്കാനിസം ഫോർ ഡിഫൈനിങ് ടൈപ്സ് ആൻഡ് അസോസിയേറ്റിംഗ് ദം വിത്ത് സർട്ടൻ ലാംഗ്വേജ് കൺസ്ട്രക്ട്സ്. Constructs include named constants, variables, record fields, parameters, and sometimes subroutines, and also literal constants. So, ഇതെല്ലാം ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് ടൈപ്പ് സിസ്റ്റത്തിന്റെ ഒരു കോമ്പണന്റ്. ദെൻ സെക്കൻഡ് കോമ്പണന്റ് എന്ന് പറയുന്നത് a set of rules for type equivalence, type compatibility, and type inference. To defining these three, we are using set of rules. ഇത് രണ്ടും ചേരുന്നതിനാണ് ടൈപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ടൈപ്പ് equivalence rules determine when the types of two values are the same. അതായത് രണ്ട് വാല്യൂസിന്റെ ടൈപ്പ് സെയിം ആയിട്ട് വരുമ്പോൾ അത് കറക്റ്റ് ആണോ ഇക്വാലൻ്റ് ആണോ അല്ലയോ എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സം റൂൾസ് ആണ് ടൈപ്പ് ഇക്വാലൻസ് റൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് കോമ്പാറ്റിബിലിറ്റി റൂൾസ് ഡിറ്റർമിൻ വെൻ എ വാല്യൂ ഓഫ് എ ഗിവൺ ടൈപ്പ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എ ഗിവൺ കോണ്ടെക്സ്റ്റ്. നമ്മളൊരു പെർട്ടിക്കുലർ ഓപ്പറേഷനിലോ ഓർ ഒരു കോണ്ടെക്സ്റ്റിലോ നമ്മളൊരു പെർട്ടിക്കുലർ ഓപ്പറൻറ്റിനെ യൂസ് ചെയ്യുന്ന സമയത്ത് അത് കോമ്പാറ്റിബിൾ ആണോ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ രണ്ട് വാല്യൂസ് ആഡ് ചെയ്യാൻ പോകുമ്പോൾ ആ രണ്ടും ഇൻറ്റിജർ അതായത് ഇൻറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ രണ്ടും ഓപ്പറൻസ് മീൻസ് രണ്ട് ഓപ്പറൻറ്റ് ഫ്ലോട്ട് ആണെങ്കിൽ അത് തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സപ്പോസ് ഒരു ഇൻറ്റിജർ ആൻഡ് ക്യാരക്ടർ ആണെങ്കിൽ അത് തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ വരുന്നതാണ് കോമ്പാറ്റിബിലിറ്റി റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ടൈപ്പ് ഇൻഫറൻസ് റൂൾസ് ഡിഫൈൻ ദ ടൈപ്പ് ഓഫ് ആൻ എക്സ്പ്രഷൻ ബേസ്ഡ് ഓൺ ദ ടൈപ്സ് ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്സ് ഓർ സംടൈംസ് ദ സറൗണ്ടിങ് കോണ്ടെക്സ്റ്റ്. ഏതൊരു എക്സ്പ്രഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്താലും ആ എക്സ്പ്രഷൻ ഒരു ടൈപ്പ് ഉണ്ടാവും. അതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്സ്. മീൻസ്
ഏതൊക്കെ വേരിയബിൾസ് ഓർ ഡാറ്റ ചേർന്നാണോ എക്സ്പ്രഷൻ ഫോം ചെയ്തിരിക്കുന്നത് അതിനാണ് നമ്മൾ ആ എക്സ്പ്രഷൻ ടൈപ്പ് ഇൻഫർ ചെയ്തെടുക്കുന്നത്. സോ അങ്ങനെയുള്ള സെറ്റ് ഓഫ് റൂൾസ് ചേർന്നെയാണ് ടൈപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ചെക്കിംഗ്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ensuring that a program obeys the language type compatibility rules. അതായത് ടൈപ്പിൻ്റെ കോമ്പാറ്റിബിലിറ്റി റൂൾസ് ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ടൈപ്പ് കോമ്പാറ്റിബിലിറ്റി റൂൾസ് പ്രോഗ്രാം ഒബേ ചെയ്യുന്നുണ്ടോ അല്ലയോ എൻഷുർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ടൈപ്പ് ചെക്കിംഗ് എന്ന് പറയുന്നത്. And if there is any violation for that type compatibility rules, ആ ഒരു ടൈപ്പ് കോമ്പാറ്റിബിലിറ്റി റൂൾസിന് എന്തെങ്കിലും വയലേഷൻ ഉണ്ടായാൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ടൈപ്പ് ക്ലാഷ്. അതിനെയാണ് ടൈപ്പ് ക്ലാഷ് എന്ന് പറയുന്നത്. ആ ടൈപ്പ് കോമ്പാറ്റിബിലിറ്റി റൂൾസിൽ എന്തെങ്കിലും വയലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ടൈപ്പ് ക്ലാഷ് പറയും. ഓക്കെ, then strong typed means that the language prevents you from applying an operation to data on which it is not appropriate. സ്ട്രോങ്ലി ടൈപ്ഡ് ലാംഗ്വേജ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ടൈപ്പ് കോമ്പാറ്റിബിലിറ്റി അല്ലാത്ത ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ ശ്രമിച്ചാൽ അത് എറർ പ്രൊഡ്യൂസ് ചെയ്യും. സോ സ്ട്രോങ്ലി ടൈപ്പ് ലാംഗ്വേജ് ഓൾവേസ് ഡിറ്റക്ട് ടൈപ്സ് എറേഴ്സ്. Then static typing means type checking performed at compile time. Compile time perform ചെയ്യുന്നതിന് static typing. Then dynamic typing checks type correctness at runtime. Runtimeലാണ് അത് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, most scripting language are dynamically typed and some strongly typed languages are Python and Ruby. Language with dynamic scoping are generally dynamically typed. C rarely check anything at runtime. And Lisp and Smalltalk are dynamically typed. Lisp Smalltalk languages dynamically typed ആണ്. അതുപോലെ കുറേ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഒക്കെ ഡൈനാമിക്കലി ടൈപ്ഡ് ആണ്. Then next is type equivalence. We have to determine whether two types are considered the same or not. And it is based on two types. അതായത് name equivalence and structural equivalence. Name equivalence, two types are equal if and only if they have the same name. ഒരേ നെയിമിലുള്ള രണ്ട് ടൈപ്പ് ആണെങ്കിൽ both are equal. Structure equivalence, two types are equal if and only if they have the same structure which can be interpreted in different ways. Structural equivalence and name equivalence. Name equivalence is based on declarations. Structural equivalence is based on meaning behind those declarations. And name equivalence is more fashionable these days. Declaration based ചെയ്താണ് name equivalence. Then declaration meaning based ചെയ്താണ് structural equivalence. Okay. ഇത് നെയിം ഇക്വാലൻസിൻ്റെ ഒരു എക്സാമ്പിളാണ്. രണ്ട് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, സ്റ്റാക്ക് ആൻഡ് സെറ്റ്. ഈ രണ്ട് സ്ട്രക്ചറിലും ഇൻഡിജറായിട്ട് ഡാറ്റ ഓഫ് 100 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഇൻഡിജർ അറേ ഉണ്ട്. ദെൻ ഇൻഡിജർ ആയിട്ടുള്ള കൗണ്ട് വേരിയബിൾസും ഉണ്ട്. രണ്ടിലും സെയിം ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ നെയിം ആണെങ്കിൽ സ്റ്റാക്കും സെക്കൻഡ് വണ്ണിൻ്റെ നെയിം സെറ്റും ആണ്. Then we are declaring two variables of each structure. Stack in x, y, then set type in r and s. Okay. Then if name equivalence is used in the language, then x and y would be of the same type and r and s would be of the same type. But the type of x or y would not be equivalent to the type of r or s. If x equal to y and r equal to s would be valid, but statements such as x equal to r would not be valid. X, y are name equivalent. Next is structural equivalence. Names and types of each component of the two types must be the same
and must be listed in the same order in the type definition. And name of the component could be different. Then using structure equivalence, the two type stack and set would be considered equivalent, which means that a translator would accept statements such as x equal to r. And also C language does not support structure equivalence. അതൊരു എക്സാമ്പിൾ എടുത്ത് പറയാം. ഓക്കെ, സി ലാംഗ്വേജിൽ നെയിം ഇക്വാലൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു എക്സാമ്പിളിൽ സ്റ്റുഡൻറ് ആൻഡ് സ്കൂൾ പറഞ്ഞ് രണ്ട് റെക്കോർഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അതിൻ്റെ അകത്തുള്ള കണ്ടൻസ് എല്ലാം സെയിം ആണ്. നെയിം, അഡ്രസ്, സ്ട്രിങ്, ഏജ്. അതായത് നെയിം അഡ്രസ്സും സ്ട്രിങ് ആണ്, ഏജ് ഇൻറ്റീജർ ആണ്. അതായത് സ്കൂൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തും സ്റ്റുഡൻറ് എന്ന് പറഞ്ഞാൽ അകത്തും റെക്കോർഡിൻ്റെ അകത്തും സെയിം കണ്ടൻസ് ഉള്ളത്. ഓക്കെ, ദെൻ we are creating variable x for student and y for school. Then we are assigning x equal to y. Is this an empty? Means is this an error? No, in the case of a structure equivalence. Structure equivalence in the case ലാണെങ്കിൽ ഇതിൽ error. Okay, അതായത് a compiler whose type checking is based on structure equivalence will accept such an assignment. In the example, x and y will be considered to have different types under name equivalence. X uses the type declared at line number 1 and y uses the type declared at line 4. Name equivalence daily provide ചെയ്യുന്നുണ്ട്. Type T1 is array of 1 to 10 of Boolean and type T2 is array of 1 to 10 of Boolean. T1 and T2 array declare ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ആൻഡ് ഓൾസോ ബൂളിയൻ ടൈപ്പിലാണ്. ദെൻ 10 മെമ്പേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, ദെൻ V1 കോളൻ T1 മീൻസ് T1 ടൈപ്പിലുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു V1. ദെൻ അതേപോലെ തന്നെ സിമിലർലി V2, T2. Then V1 and V2 have different types by name equivalence. അതായത് നെയിം ഇക്വാലൻസ് കേസിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ V1 ആൻഡ് V2 എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ദെൻ മെഷീൻ ML ആണെങ്കിൽ സ്ട്രക്ചർ ഇക്വാലൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ T1 ഉം T2 എന്ന് പറയുന്നത് ഇക്വാലൻറ്റ് ടൈപ്സ് ആണ്. നെക്സ്റ്റ്, ടൈപ്പ് കോമ്പാറ്റബിലിറ്റി. Type compatible means a value's type must be compatible with that of the context in which it appears. അതായത് ഏതൊരു വാല്യൂ എടുത്താലും അതിൻ്റെ ടൈപ്പ് ഏത് കോണ്ടെക്സ്റ്റിലാണോ അപ്ലൈ ചെയ്യുന്നത് അവിടെ കോമ്പാറ്റബിൾ ആവണം. ഇറ്റ് മീൻസ് ആ ഒരു ഓപ്പറേഷൻ ഇത് സ്യൂറ്റബിൾ ആവണം. The type compatibility is categorized 3 types by the compiler: assignment compatibility, expression compatibility, and parameter compatibility. First one is assignment compatibility. In case of assignment compatibility, for example, A equal to B, in that particular case, it should be same type. The type of the RHS must be compatible with that of the LHS. The type of variable assigned to another variable is different. It results into loss of value of assigned variable if the size of assigned variable is large than the size of variable to which it is assigned. അതായത് ഫോർ എക്സാമ്പിൾ, അതായത് വാല്യൂസ് ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഫ്ലോട്ട് N1 ഈക്വൽ ടു 12.5. 12.5 എന്ന് പറയുന്നത് ഫ്ലോട്ട് ആണ് ടൈപ്പ്. ഓക്കെ, ദെൻ വി ആർ ക്രിയേറ്റിംഗ് അനദർ വേരിയബിൾ int N2 ഈക്വൽ ടു N1. അതായത് N2 എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ടൈപ്പാണ്. അതിലേക്ക് N1നെയാണ് അസൈൻ ചെയ്യുന്നത്. ബട്ട് N1 എന്ന് പറയുന്നത് ഫ്ലോട്ടാണ്. സോ N2ൽ 12 മാത്രം വരും. 0.5 വിൽ ലോസ് ബിക്കോസ് N2 എന്ന് പറയുന്നത് ഇൻറ്റിജർ ടൈപ്പാണ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇഫ് ദ ടൈപ്പ് ഓഫ് വേരിയബിൾ അസൈൻ ടു അനദർ വേരിയബിൾ ഈസ് ഡിഫറെൻറ്റ്, ഇറ്റ് റിസൾട്ട് ഇൻ ടു ലോസ് ഓഫ് വാല്യൂസ് of assigned variable if the size of assigned variable is large than the size of variable to which it is assigned. അതായത് ഫസ്റ്റ് എക്സാമ്പിൾ N1 എന്ന് പറയുന്നത് ഫ്ലോട്ട് ടൈപ്പും N2 എന്ന് പറയുന്നത് ഇൻറ്റിജർ ടൈപ്പാണ്. അപ്പോൾ N2ലേക്ക് N1 അസൈൻ ചെയ്യുമ്പോൾ 12 മാത്രമേ കൺസിഡർ ചെയ്യൂ. 0.5 വിൽ ബി ലോസ്.
Assigning of float value to int type will result in loss of decimal value of n1. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരുന്നത്. അതായത് ഫ്ലോട്ടിനെ ഇൻറ്റിലേക്ക് അസൈൻ ചെയ്യുമ്പോൾ അവിടെ ഒരു ലോസ് ഉണ്ടാവും, ഡെസിമൽ വാല്യൂ ലോസ് ആയിരിക്കും. ഓക്കെ, then next is expression compatibility. Whatever operands we are using, we are giving some operators for some operations. കോമ്പാറ്റബിൾ ആയാൽ മാത്രമേ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എക്സ്പ്രഷൻ. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇൻറ്റ് n ഈക്വൽ ടു 3/2 കൊടുത്തു കഴിഞ്ഞാൽ n എന്ന് പറയുന്നത് ഇൻറ്റിജർ ടൈപ്പ് ആണ്. സോ ഇൻ ദാറ്റ് കേസ് റിസൾട്ട് വിൽ ബി 1. ആക്ച്വലി റിസൾട്ട് 1.5 ആണ്. സോ അവിടെ ഇൻകോമ്പാറ്റബിൾ വന്ന വാല്യൂ ലോസ് ആവും. സോ 0.5 ലോസ് ആവും. Here the result will be 1. The actual result of 3/2 is 1.5, but because of incompatibility there will be loss of decimal value. അത് n എന്ന് പറയുന്നത് ഇൻറ്റിജർ ആയിട്ടാണ് ഇനീഷ്യലൈസ് ചെയ്തത്. സോ റിസൾട്ട് എന്ന് പറയുന്നത് ഇൻറ്റിജർ ആയിട്ടുള്ള വാല്യൂ എടുക്കും. സോ സം വാല്യൂ വിൽ ബി ലോസ്. നെക്സ്റ്റ് ഈസ് പാരാമീറ്റർ കോമ്പാറ്റബിലിറ്റി. അതായത് ഇവിടെ എക്സാമ്പിളിൽ പറഞ്ഞിരിക്കുന്നത് പാരാമീറ്റർ പാസ് ചെയ്തത് ഇൻറ്റിജർ ടൈപ്പാണ്, ഇൻറ്റ് n. ബട്ട് നമ്മളിവിടെ മെയിൻ ഫങ്ഷനിൽ പാരാമീറ്റർ ആയിട്ട് കൊടുക്കുന്നത് ഫ്ലോട്ടിംഗ് വാല്യൂ ആണ് 8.2. സോ ആ ഒരു ടൈപ്പ്, ആ ഒരു ഇൻകോമ്പാറ്റബിലിറ്റി ആണ് ഇവിടെ വരുന്നത്. അതായത് പാസ് ചെയ്യുന്നത് ഫ്ലോട്ടിംഗ് വാല്യൂ, പക്ഷെ ഇവിടെ നമ്മൾ പാരാമീറ്റർ ആയിട്ട് എടുക്കുന്നത് ഇൻറ്റിജർ ടൈപ്പ്. സോ ഇൻകോമ്പാറ്റബിലിറ്റി ഇൻ ടൈപ്പ് ഓഫ് ആക്ച്വൽ പാരാമീറ്റർ ആൻഡ് ഫോർമൽ പാരാമീറ്റേഴ്സ്, ലോസ് ഓഫ് ഡാറ്റ ഒക്കേഴ്സ്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് മെയിൻ ഫംഗ്ഷനിൽ പാസ് ചെയ്യുന്നത് ഫ്ലോട്ടിംഗ് ടൈപ്പും ദെൻ നമ്മൾ പാസ് ചെയ്ത് വാല്യൂ എടുക്കുന്നത് ഇൻറ്റ് ടൈപ്പുമാണ്. സോ ഹിയർ ഔട്ട്പുട്ട് വിൽ ബി n equal to 8 due to incompatibility in actual and formal parameter type. Okay. Next is type inference. It means automatic detection and detection of the data type of an expression in a programming language. Programming language il automatic detection detection of data types in adana type inference. Automatic detection usually done at compile time, and it involves analyzing a program and then inferring the different type of some or all expression in that program. A programmer does not need to explicitly input and define data types every time. Variables are used in the program